ഓക്കെ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആൻഡ് ഓഡിബിൾ ആണോ? സാർ ഓക്കെ ഓക്കെ നമ്മളപ്പം ലാസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മെഷർമെന്റ് സിസ്റ്റത്തിനെ പറ്റിയാണ് അല്ലെ. വെയിങ് മെഷീൻ ആലോചിക്കുക, തെർമൽ സ്കാനിങ് ആലോചിക്കുക, ഇതൊക്കെ ഇപ്പൊ വണ്ടിന്റെ സ്പീഡോമീറ്റർ ആലോചിക്കുക, ഇനി പെട്രോൾ ടാങ്കിൽ എത്ര പെട്രോൾ ഉണ്ടെന്നുള്ള ഡിവൈസ് ആണെങ്കിൽ അത് ആലോചിക്കുക, അങ്ങനെ കുറെ ഫ്ലോ മീറ്റർ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ പോകുന്നത്, നമ്മളിപ്പോ ഒരു കടയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വെയിങ് മെഷീൻ ആണെങ്കിൽ നമുക്കിങ്ങനെ ഒരു വെയിങ് മെഷീൻ്റെ ഒരു ട്രേ നമുക്കിങ്ങനെ വരക്കാം. അല്ല, ഇങ്ങനെ ഒരു ട്രേ ഉണ്ടാവും. ഇതിൻ്റെ അടിയിലൊരു സപ്പോർട്ടിങ്, ട്രേനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടിങ് മെക്കാനിക്സം ഉണ്ടാവും. പിന്നെ നമുക്ക് എന്ത് ചെയ്തു, ഇങ്ങനെയൊരു സ്റ്റാൻഡ് ഉണ്ടാവും. ഈ സ്റ്റാൻഡിന്റെ മേലെ നമുക്കൊരു ഡിസ്പ്ലേ ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു ചെറിയ ഡിസ്പ്ലേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ കുറച്ച് സ്വിച്ചസ് ഒക്കെ ഉണ്ടാവും. നമ്മളിപ്പം ഏത് കാര്യമായാലും ആ ഒരു ഒബ്ജക്റ്റ് ഇതിന്റെ മുകളിലേക്ക് പ്ലേസ് ചെയ്യും. ട്രേയിൽ ഇവിടെ പ്ലേസ് ചെയ്യും, ഇതിന്റെ മേലെ അല്ലേ, ഇവിടെയായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ റീഡിങ്ങിൽ കാണിക്കും എത്രയാണ് അതിന്റെ വെയിറ്റ് എന്ന്. അതെങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഇതിൻ്റെ ഉള്ളിലൊരു വെയിറ്റ് മെഷർ ചെയ്യുന്നൊരു ഇതാണെങ്കിൽ ഒരു സെൻസർ ഉണ്ടാവും. സെൻസറിന്റെ പേര് എന്ന് പറയുന്നത് സ്ട്രെയിൻ ഗേജ് എന്നാണ് പറയുന്നത്, സെൻസർ. ഓക്കെ, സോ സ്ട്രെയിൻ ഗേജ്, സെൻസറിന്റെ എക്സാമ്പിൾ ആണ് സ്ട്രെയിൻ ഗേജ്. സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു വെയിറ്റ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം റെസിസ്റ്റൻസിന്റെ ഒരു ഫോർമുലയുണ്ട്, റോ എൽ ബൈ എ. നമ്മളൊരു വെയിറ്റ് വെക്കുന്ന സമയത്ത് അതിന്റെ ലെങ്തും ഏരിയയും ചേഞ്ച് ആവും. ലെങ്തോ ഏരിയ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചേഞ്ച് ആവുന്ന രീതിയിൽ അത് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എന്ത് ചെയ്യും, നമ്മളൊരു വെയിറ്റ്, ഏതൊരു ഒബ്ജക്റ്റ് ആയാലും നമ്മൾ ചിലപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതിന്റെ ലെങ്തിലും ഏരിയയിലും വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്, അതൊരു സോഫ്റ്റ് ആയ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ അല്ലെ. അപ്പം ആ ലെങ്തിലും ഏരിയയിലും ചേഞ്ച് ആകുമ്പോൾ റെസിസ്റ്റൻസിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ഒബ്ജക്റ്റ് ഇതിന്റെ മുകളിൽ വെക്കുന്ന സമയത്ത് റെസിസ്റ്റൻസിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. ഈ റെസിസ്റ്ററിലുള്ള ചേഞ്ച് നമുക്ക് അടുത്ത സ്റ്റേജിൽ, ഇത് ഒന്നാമത്തെ സ്റ്റേജ് അല്ലെ, സെൻസർ സെൻസ് ചെയ്യുന്നു, റെസിസ്റ്റൻസിലുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഈ റെസിസ്റ്റൻസിലുള്ള ചേഞ്ച് നമുക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല, നമുക്ക് കറണ്ടിലോ വോൾട്ടേജിലോ ഉള്ള ചേഞ്ച് ആക്കി അതിനെ മാറ്റണം. സോ അവിടെ ഒരു കൺവേർഷൻ നടക്കണം, കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് എന്നുള്ളൊരു കൺവേർഷൻ. റെസിസ്റ്റൻസിലെ ചേഞ്ച് കറണ്ടിലേക്കോ വോൾട്ടേജിലേക്കോ കൺവേർട്ട് ചെയ്തെടുക്കണം. അത് രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യും അല്ലെ. ആദ്യം എന്ത് ചെയ്തു, നമ്മളൊരു വെയിങ് മെഷീനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ ആ വെയിങ് മെഷീന്റെ മുകളിൽ വെയിറ്റ് കൊണ്ടുവെക്കുമ്പോൾ ആ വെയിറ്റ് സെൻസ് ചെയ്യാൻ ഒരു സെൻസർ വേണം. അപ്പൊ ആ സെൻസറിന്റെ പേരാണ് സ്ട്രെയിൻ ഗേജ്. സ്ട്രെയിൻ ഗേജ് എന്താ ചെയ്യുക, സ്ട്രെയിൻ ഗേജിന്റെ മുകളിൽ വെയിറ്റ് വെക്കുന്ന സമയത്ത് അതിന്റെ ഏരിയയോ ലെങ്തോ ചേഞ്ച് ആവും. കാരണം ഏതൊരു സോഫ്റ്റ് ഒബ്ജക്റ്റ് ആയാലും നമുക്ക് അങ്ങനെ നോക്കിയാൽ മതി, അതിന്റെ മുകളിൽ വെയിറ്റ് വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് പ്രസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എന്താ പറയാ, സോഫ്റ്റ് മെറ്റീരിയൽ ഏതെടുത്ത് നോക്കിയാൽ, ഇപ്പൊ ഒരു ബലൂൺ പോലെ എടുത്തു കഴിഞ്ഞാൽ നമ്മളത് പ്രസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഏരിയയിൽ മാറ്റം ഉണ്ടാവും, അതിന്റെ ഷേപ്പിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ആ ഒരു ഷേപ്പിൽ ഉണ്ടാവുന്ന മാറ്റം അല്ലെങ്കിൽ ഏരിയയിൽ ഉണ്ടാവുന്ന മാറ്റം നമുക്കറിയാം, റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണ് അല്ലെ. റോ എൽ ബൈ എ, അതിൽ നമുക്ക് റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. അപ്പൊ അങ്ങനെ ഒരു ഏരിയ മാറ്റുന്നുണ്ടെങ്കിൽ ആ റെസിസ്റ്റൻസിൽ ഒരു മാറ്റം ഉണ്ടാവും. ഒരു വെയിറ്റ് വെക്കുന്ന സമയത്ത് റെസിസ്റ്റൻസിൽ ഒരു മാറ്റം ഉണ്ടാവും. ഇതേപോലെ ടെമ്പറേച്ചർ ആണെങ്കിലോ, ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ IR റേസ് വെച്ചിട്ടാണ്. IR റേസിൽ ടെമ്പറേച്ചർ വരുമ്പോൾ IR റേസിന് മാറ്റം ഉണ്ടാവും. അതാണ് നമ്മൾ തെർമൽ സ്കാനിങ്, നിങ്ങളെ ബോഡിയിൽ ടച്ച് ചെയ്യുന്നില്ല അതല്ലേ. അപ്പൊ ആ സെൻസറിന്ന് ഒരു IR റേ നിങ്ങളെ ബോഡിയിലേക്ക് വിടും. ആ ടെമ്പറേച്ചറിനനുസരിച്ച് അതിൻ്റെ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന IR റേസിന്റെ എമൗണ്ടിൽ വേരിയേഷൻ ഉണ്ടാവും.
അത് മനസ്സിലാക്കിയിട്ടാണ് തെർമൽ സ്കാനിങ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ വണ്ടിന്റെ സ്പീഡോമീറ്റർ ആണെങ്കിൽ അതിനകത്തൊരു ചെറിയൊരു ജനറേറ്റർ പോലത്തെ ഒരു കാര്യമുണ്ട്, ചെറിയൊരു മോട്ടോർ പോലെ. അത്ര സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന അത്രയും EMF അധികം അത് ഉണ്ടാക്കും അല്ലെ. അങ്ങനെ ഓരോ ഇതിലും ഓരോ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഉണ്ടായി, അത് നമുക്ക് കിട്ടിയിട്ടൊരു കാര്യമില്ല. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അതിന് രണ്ടാമത്തെ സ്റ്റെപ്പില് കറണ്ടിൽ അല്ലെങ്കിൽ വോൾട്ടേജിലുള്ള ചേഞ്ച് ആക്കി കൺവേർട്ട് ചെയ്യും. ഈ കറണ്ട് ഓർ വോൾട്ടേജ് അത് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന സഫീഷ്യന്റ് ആയിട്ടുള്ള കറണ്ടോ വോൾട്ടേജോ ആക്കി മാറ്റണം. തീരെ ചെറിയ കറണ്ടോ തീരെ ചെറിയ വോൾട്ടേജോ ആവാൻ പാടില്ല. അങ്ങനെ സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ അതിന് കുറച്ച് വാല്യൂസിൽ ഒരു മാറ്റം ഉണ്ടാവണം, മാനിപ്പുലേഷൻ ചെയ്യണം, വേരിയബിൾ മാനിപ്പുലേഷൻ അല്ലെ. നാലാമത്തെ ഒരു എലമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെയാണ് സെൻസ് ചെയ്തത്, മുകളിലാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പം താഴെ നിന്ന് മുകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഒരു എലമെന്റ് വേണം. അഞ്ചാമത്തെ എലമെന്റ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേ ചെയ്യിക്കണം. അപ്പൊ നമുക്കൊരു ഡിസ്പ്ലേ വേണം, അല്ലെങ്കിൽ പ്രസന്റേഷൻ എലമെന്റ് വേണം. പ്രസന്റേഷൻ എലമെന്റ്. ഓക്കെ. ആറാമത് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. അത് എല്ലാത്തിനും ഉണ്ടാവില്ല, ചിലതിനൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം, ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് വരാം. ആ ഒരു എക്സാമ്പിൾ നമ്മൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെയിങ് മെഷീൻ എങ്ങനെയാണ് വെക്കുന്നത്, നമ്മൾ വെയിറ്റ് വെക്കുന്നു, റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഉണ്ടാവുന്നു, കറണ്ട് വോൾട്ടേജിൽ ചേഞ്ച് ഉണ്ടാവുന്നു, മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അതിനെ ആ മെഷർ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അതിന് നല്ലൊരു സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നു, പ്രസന്റ് ചെയ്യിപ്പിക്കുന്നു, റെക്കോർഡ് ചെയ്യിക്കണമെങ്കിൽ റെക്കോർഡ് ചെയ്യും. അത്രയും പഠിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് വരാം. ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫസ്റ്റ് ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്, ടെമ്പറേച്ചർ ആവട്ടെ, പ്രഷർ ആവട്ടെ, വെയിറ്റ് ആവട്ടെ, ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി സെൻസിങ് എലമെന്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ പ്രൈമറി സെൻസിങ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്ന സാധനമാണ് അല്ലെ. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൈമറി സെൻസിങ് എലമെന്റ് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യും. സോ പ്രൈമറി സെൻസിങ് എലമെന്റ് വിൽ മെഷർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമുക്ക് നോക്കാം അതിന്റെ എക്സ്പ്ലനേഷൻ അല്ലെ. പ്രൈമറി സെൻസിങ് എലമെന്റ്, ദ ക്വാണ്ടിറ്റി ഓർ ദ വേരിയബിൾ വിച്ച് ഈസ് ബീയിങ് മെഷേർഡ് makes its first contact with the primary sensing element of the measuring system. The measurement is first detected by primary sensor detector, then immediately converted into analogous electric signal. അതായത് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ നമ്മൾ എന്താക്കി മാറ്റും, ഇലക്ട്രിക് ക്വാണ്ടിറ്റി ആക്കി മാറ്റും. റെസിസ്റ്റൻസ് ആവട്ടെ, വോൾട്ടേജ് ആവട്ടെ, കറണ്ട് ആവട്ടെ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ നമ്മൾ നേരെ കൺവേർട്ട് ചെയ്യും. ആര്? പ്രൈമറി സെൻസിങ് എലമെന്റ്. അതാണ് നമ്മളെ സെൻസർ എന്ന് പറയുന്ന സാധനം. അപ്പൊ നേരത്തെ വെയിങ് മെഷീന്റെ എക്സാമ്പിളിൽ സ്ട്രെയിൻ ഗേജ് ആണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ മുകളിൽ വെയിറ്റ് എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് ആ വെയിറ്റിൽ ഉണ്ടാവും, വെയിറ്റ് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, റെസിസ്റ്റൻസിലേക്കുള്ള ചേഞ്ച് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു വേരിയബിൾ കൺവേർഷൻ എലമെന്റ് ഉണ്ട്. നമുക്ക് റെസിസ്റ്റൻസിലുള്ള ചേഞ്ച് കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കറണ്ടിലോ വോൾട്ടേജിലോ ഉള്ള ചേഞ്ച് ആക്കി മാറ്റണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേരിയബിൾ കൺവേർഷൻ എലമെന്റ് ആക്കി മാറ്റുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാലോ. ദ ഔട്ട്പുട്ട് ഓഫ് ദ വേരിയബിൾ സെൻസിങ് എലമെന്റ് മേ ബി എനി കൈൻഡ്. ഇറ്റ് കുഡ് ബി എ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ, എനിത്തിങ്. മേ ബി എ ഡിഫ്ലക്ഷൻ ഓഫ് ഇലാസ്റ്റിക് മെംബ്രെയിൻ, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ. Sometimes output from the sensor, primary sensing element, is not suitable to the measurement system. മെഷർമെന്റ് സിസ്റ്റത്തിന് സ്യൂട്ടബിൾ അല്ലാത്ത സിഗ്നൽ ആയിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് കേട്ടോ. പ്രൈമറി സെൻസിങ് എലമെന്റ് എന്ന് വരുന്ന ഔട്ട്പുട്ട് മെഷർമെന്റ് സിസ്റ്റത്തിന് സ്യൂട്ടബിൾ ആയ ഒരു ഔട്ട്പുട്ട് ആവണം എന്നില്ല. സോ വേരിയബിൾ കൺവേർഷൻ എലമെന്റ് എന്താ പറയാ, convert this output signal from sensor to some other suitable form while preserving the information content of the original signal. അല്ലെ, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പ്രൈമറി സെൻസിങ് എലമെന്റിന്റെ ഔട്ട്പുട്ട് വേരിയബിൾ കൺവേർഷൻ എലമെന്റിലേക്ക് കൊടുത്ത് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവാൻ പാടില്ല,
അവിടുന്ന് അതിന്റെ ഫിസിക്കൽ നേച്ചർ നഷ്ടപ്പെടാൻ പാടില്ല. ആ വെയിറ്റിന് ഒരു മാറ്റം ഉണ്ടാവാൻ പാടില്ല. മാറ്റമില്ലാതെ പ്രൊപ്പോർഷണൽ ആയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ആക്കി കൺവേർട്ട് ചെയ്യണം. വേരിയബിൾ കൺവേർഷൻ എലമെന്റ് ആ ഒരു വർക്കാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റ്. മാനിപ്പുലേറ്റ് ചെയ്യാം അല്ലെ, ചിലപ്പോൾ ചെറിയ വാല്യൂസ് ആയിരിക്കും, അതിനെ ഹൈ മാഗ്നിറ്റ്യൂഡിലേക്ക് മാറാം. ഒരു ആംപ്ലിഫയർ എന്ന് പറയുന്നത് വേരിയബിൾ മാനിപ്പുലേഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ, വേരിയബിൾ മാനിപ്പുലേഷൻ മീൻസ് ചേഞ്ച് ഇൻ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദ സിഗ്നൽ. സോ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കറണ്ട് വാല്യൂ ആയിരിക്കാം, വോൾട്ടേജ് വാല്യൂ ആയിരിക്കാം. അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് മാനിപ്പുലേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, a voltage amplifier act as a variable manipulation element. ഒരു ആംപ്ലിഫയർ എന്ന് പറയുന്നത് വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റ് ആണ്. ഓക്കെ, അപ്പം അതാണ് അതിൻ്റെ അകത്ത് വരുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നും കൂടെ പറയാം. പ്രൈമറി സെൻസിങ് എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സോ ഇറ്റ് സെൻസസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി and the physical quantity is converted into analogous electrical quantity. അതാണ് primary sensing element. This output of primary sensing element or output of sensor may be or may not be suitable to the further processing of the system. Systemത്തിന്റെ further processingന് suitable ആയ സിഗ്നൽ ആവണമെന്നില്ല. So we have a variable conversion element. So this output of the sensor will be converted into some term which is suitable for the system. Then we have manipulation. Manipulation means manipulation in numerical form. An amplifier is the best example. Amplifies this current or voltage or whatever the physical quantity is measured from a lower value to a larger value or a larger value to a lower value. That is the purpose of manipulation element. Then we have data transmission element. Data transmission element എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഏറ്റവും നല്ല എക്സാമ്പിൾ നമുക്ക് പറയാം. ഇപ്പം നമുക്ക് ഒരു സാറ്റലൈറ്റ് വിട്ടു അല്ലെ, ആ സാറ്റലൈറ്റ് ഒരു ഓർബിറ്റിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ആ ഒരു ഓർബിറ്റിൽ നിന്ന് ചിലപ്പം ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ നാടിലുള്ള ഒരു എർത്തിലുള്ള ഒരു സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കണം. അപ്പൊ അതെന്താ ചെയ്യാം, അതിന്റെ സെൻസറും അതിന്റെ വേരിയബിൾ കൺവേർഷൻ എലമെന്റും മാനിപ്പുലേഷൻ എലമെന്റും ഒക്കെ ഇത് ഡാറ്റ, അവിടുത്തെ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ റീഡ് ചെയ്യും. അതിനൊരു ട്രാൻസ്മിഷൻ എലമെന്റ് അല്ലെ, അവിടുന്ന് ഡാറ്റ എന്ത് ചെയ്യും, എർത്തിലേക്കുള്ള സ്റ്റേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലെ. അല്ലെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമുക്ക് ബസ്സിലും ജീപ്പ് ലോറിയിലൊക്കെ ഉണ്ട് സ്പീഡ് ഗവർണർ ഉണ്ട് അല്ലെ. സ്പീഡ് മാക്സിമം ആയി കഴിഞ്ഞാൽ കൺട്രോൾ റൂമിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്, GPS വഴി ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിലെന്ത് ചെയ്യുന്നത്, ഈ വണ്ടിയും ഈ GPS ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ പല കാര്യങ്ങളും ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പൊ ചെറിയൊരു നേരത്തെ പറഞ്ഞ വെയിങ് മെഷീൻ ആക്കി എടുത്താലും ഇവിടെ സെൻസ് ചെയ്യുന്നത് ഒരു പോയിന്റിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഈ ഒരു അടുത്ത് ഷോപ്പ് കീപ്പർക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതേപോലെ അത് കുറച്ച് ദൂരത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് മുകളില് കടയിൽ സാധനം വാങ്ങാൻ വരുന്ന ആൾക്ക് കാണാൻ വേണ്ടി ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ് എന്ന് പറയുന്നത്. So then we have data storage element or playback element. ചില വെയിങ് മെഷീനൊക്കെ ഉപയോഗിച്ച ആൾക്കാർക്ക് അറിയാം, നമ്മൾ ഒരിക്കൽ ഒരു മെഷർമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത മെഷർമെന്റ് ചെയ്യുമ്പോൾ ആദ്യം മെഷർ ചെയ്ത വാല്യൂ അവിടെ ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഡയബറ്റിക്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ വീക്കിലി ടെസ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പൊ ഇന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ തൊട്ട് മുമ്പിലത്തെ ആദ്യം മെഷീൻ ഓൺ ആക്കുന്ന സമയത്ത് തൊട്ട് മുന്നിലെ വീക്കിലെ റീഡിങ് അതിൻ്റെ അകത്ത് കാണിക്കും. എന്നിട്ടാണ് പുതിയ റീഡിങ് മെഷർ ചെയ്യാൻ പറ്റുക. അതെന്തുകൊണ്ടാണ്? അവസാനം ചെയ്ത റീഡിങ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ് അല്ലെ. ചിലപ്പോൾ ഒരു 10 തവണ റീഡ് ലാസ്റ്റിലത്തെ ഒരു 10 തവണയുള്ള റീഡിങ് വേണമെങ്കിൽ അതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ അത് സ്റ്റോർ ചെയ്ത് പ്ലേ ബാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായതുകൊണ്ടാണ്.
ലാസ്റ്റത്തെ എലമെന്റ് ആണ് ഡാറ്റ പ്രസന്റേഷൻ എലമെന്റ്. പ്രസന്റേഷൻ എലമെന്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ. നിങ്ങളെ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ആക്കാം, LCD സ്ക്രീൻ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അവസാനം നമുക്കുള്ളത് ഒബ്സർവർ ആണ്. ഒബ്സർവർ എന്ന് പറഞ്ഞാൽ ഇത് റീഡ് ചെയ്യുന്ന ഒരാളാണ്, അയാളെയാണ് നമ്മൾ ഒബ്സർവർ എന്ന് പറഞ്ഞ് വിളിക്കും. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഓക്കെ, സോ ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി ഫിസിക്കലി സെപ്പറേറ്റഡ്. ഫോർ എക്സാമ്പിൾ സാറ്റലൈറ്റ് ഓർ എയറോപ്ലെയിൻ that are physically separated from the control station at the earth. So all the details, all the physical quantities which is measured by the satellite or aeroplane will be transmitted to the earth station. That is an example. And data presentation element is normally your monitor or visual display devices, LCD, and also you can say that ammeter, voltmeter, everything is a data. The screens of ammeter, voltmeter, everything is a data presentation element. Then you have a cathode ray oscilloscope screens are there, LCD screens are there, DSO screens are there. All these are presentation element. Okay, ഇതിനിടയിൽ one more block നമ്മൾ വിട്ടുപോയി. After this variable conversion element or after this variable manipulation element, we can place some signal conditioning element. Signal conditioning element. So what it will do means, after every conversion, sometimes there will come some noise. Noise എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബൻസ്, ഇലക്ട്രിക് സിഗ്നലിലെ ഡിസ്റ്റർബൻസ് ഉണ്ടാവാം. ആ ഡിസ്റ്റർബൻസിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സിഗ്നൽ കണ്ടീഷനിങ് എലമെന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ എന്താണ് ഈ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം എന്നുള്ളത്? ഓക്കെ, ഒരു ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തില് ഇമ്പോർട്ടന്റ് ആയ ബ്ലോക്ക് ഡയഗ്രാം എന്തൊക്കെയായിരുന്നു? ഇമ്പോർട്ടന്റ് ആയ ബ്ലോക്സ് എന്തൊക്കെയായിരുന്നു? ആദ്യം ഫിസിക്കൽ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് അല്ലെ, അത് ഏതുമായിട്ടാണ് വരിക? പ്രൈമറി സെൻസിങ് എലമെന്റ്. ആദ്യത്തെ എലമെന്റ് ഏതാ? പ്രൈമറി സെൻസിങ് എലമെന്റ്. എന്താണ് ഈ പ്രൈമറി സെൻസിങ് എലമെന്റ് ചെയ്യുക? പ്രൈമറി സെൻസിങ് എലമെന്റ് വിൽ കൺവേർട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻടു എ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. നമ്മൾ വെയിങ് മെഷീനിൽ വെയിറ്റ് നമ്മൾ റെസിസ്റ്റൻസിലുള്ള ചേഞ്ച് ആക്കി മാറ്റുന്നത് പോലെ. ദെൻ വി ഹാവ് വേരിയബിൾ കൺവേർഷൻ എലമെന്റ് അല്ലെ, നമ്മൾ ഈ റെസിസ്റ്റൻസിലുള്ള ചേഞ്ച് നമുക്ക് ആ സിസ്റ്റത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള, അതിന്റെ സർക്യൂട്ടിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിലേക്ക് മാറ്റണം. ചിലപ്പോൾ ഈ റെസിസ്റ്റൻസിലുള്ള ചേഞ്ച് കറണ്ടിലെ ചേഞ്ച് ആക്കി മാറ്റേണ്ടി വരും, ചില സിസ്റ്റത്തിലെ റെസിസ്റ്റൻസിലുള്ള ചേഞ്ച് വോൾട്ടേജിലെ ചേഞ്ച് ആക്കി മാറ്റേണ്ടി വരും. സോ വി നീഡ് എ കൺവേർഷൻ എലമെന്റ്. മാനിപ്പുലേഷൻ എലമെന്റ് ആണ് മൂന്നാമത്തെ ബ്ലോക്ക്. മാനിപ്പുലേഷൻ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇങ്ങനെ കിട്ടുന്ന സിഗ്നലില് നമുക്ക് ന്യൂമറിക്കലായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണം. ചിലപ്പോൾ കിട്ടുന്ന വോൾട്ടേജ്, കറണ്ട് എന്നൊക്കെ പറയുന്നത് വളരെ കുറവായിരിക്കാം. ആ വോൾട്ടേജിനെ ആംപ്ലിഫൈ ചെയ്യുക, അതൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇതിനിടയിൽ വരുന്ന ഒരു എലമെന്റ് ആണ് സിഗ്നൽ കണ്ടീഷനിങ് എലമെന്റ്. അതായത് ഈ കൺവേർഷൻസ് ഒക്കെ നടക്കുമ്പോൾ നോയ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ നോയ്സ് ഉണ്ടെങ്കിൽ ആ നോയ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇല്ലാണ്ടാക്കണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിഗ്നൽ കണ്ടീഷനിങ് എലമെന്റ് ചേർക്കുന്നത്. പിന്നെയുള്ളത് ട്രാൻസ്മിഷൻ എലമെന്റ് ആണ്. അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിള് സാറ്റലൈറ്റിൽ നിന്നും അല്ലെങ്കിൽ എയറോപ്ലെയിനിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. പ്രഷർ, അതേപോലെ ടെമ്പറേച്ചർ, കുറെ ഓൾട്ടിറ്റ്യൂഡ്, ഇതൊക്കെ മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് എർത്തിലുള്ള സ്റ്റേഷനിലേക്ക് അവരെ അയച്ചു തരും. അപ്പൊ അതിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ട്രാൻസ്മിഷൻ എലമെന്റ് വഴി, വയർലെസ് കമ്മ്യൂണിക്കേഷൻ. പിന്നീടുള്ളത് പ്രസന്റേഷൻ എലമെന്റ് ഉണ്ട് അല്ലെ, അത് ഡിസ്പ്ലേ ചെയ്യിക്കണം. ആ വാല്യൂ ഒരു റീഡർക്ക് മനസ്സിലാവണം. എന്തെങ്കിലും കോഡ് ഫോമിൽ മെഷർ ചെയ്ത പോരാ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അയാൾക്കത് മനസ്സിലാവില്ല.
അപ്പൊ അത് മനസ്സിലാവണമെങ്കിൽ അതിനനുസരിച്ച് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കറക്റ്റ് വാല്യൂ ന്യൂമറിക്കലായി ഡിസ്പ്ലേ ചെയ്യണം. അതിനാണ് നമുക്ക് പ്രസന്റേഷൻ എലമെന്റ് ഉള്ളത്. പിന്നീട് റെക്കോർഡിംഗ് ആൻഡ് പ്ലേ ബാക്ക് അല്ലെങ്കിൽ സ്റ്റോറേജ് ബാർ പ്ലേ ബാക്ക് എലമെന്റ്. അത് എല്ലാ സിസ്റ്റത്തിലും ഉണ്ടാവണമെന്നില്ല. ചില സിസ്റ്റത്തിൽ നമുക്ക് ഏറ്റവും എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഡയബറ്റിക് ആയുള്ള ആൾക്കാർ ഷുഗർ നോക്കുക അല്ലെങ്കിൽ പ്രഷർ നോക്കുക, അതുപോലത്തെ എക്യുപ്മെന്റിൽ തൊട്ട് മുന്നിലുള്ള റീഡിങ് അവർക്ക് റീഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെ. ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ, അത് സ്റ്റോറേജ് എലമെന്റിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഓരോ തവണ റീഡിങ് എടുക്കുമ്പോഴും സ്റ്റോറേജ് എലമെന്റിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ സ്റ്റോർ ചെയ്തത് കാണാൻ വേണ്ടിയിട്ടാണ് ആ റീഡിങ് നമുക്ക് അത് വെക്കുന്നത്, സ്റ്റോറേജ് എലമെന്റ് നമുക്ക് വെക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇതും വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്കിവിടെ ഒരു ഇൻസ്ട്രുമെന്റ് തന്നിട്ടുണ്ട്. ഇറ്റ്സ് എ പ്രഷർ ഗേജ്. പ്രഷർ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, ഇതിൽ ഇലക്ട്രോണിക്സ് ഒന്നുമില്ല, കംപ്ലീറ്റ്ലി മെക്കാനിക്കൽ എലമെന്റ് ആണ്. ഓക്കെ, ഞാനത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ എനിക്ക് അതിൻ്റെ അകത്ത് എന്താണ് ഓരോ എലമെന്റും ഉള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്, ഇലക്ട്രോണിക്സ് അല്ല, മെക്കാനിക്കൽ മെഷർമെന്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിലൊക്കെ ഈ എലമെന്റ്സ് ഉണ്ട്. ഇലക്ട്രോണിക്സിൽ മാത്രമല്ല, ഏത് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എടുത്താലും പ്രൈമറി സെൻസിങ് എലമെന്റും വേരിയബിൾ കൺവേർഷൻ എലമെന്റും മാനിപ്പുലേഷൻ എലമെന്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഈ ഒരു ഇൻസ്ട്രുമെന്റിൽ എല്ലാ എലമെന്റും ഉണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന്റെ വർക്കിംഗ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എന്താണ്, ഏതൊക്കെയാണ് ഓരോ എലമെന്റ് എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പ്രഷർ മെഷർ ചെയ്യണം. ഒരു ട്യൂബിലൂടെ വരുന്ന എയറിന്റെ പ്രഷർ മെഷർ ചെയ്യണം എനിക്ക്, അല്ലെ. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് കണ്ടിട്ടുണ്ടാവുക, നമുക്ക് വണ്ടിയിലൊക്കെ നമ്മൾ ടയറിൽ എത്ര കാറ്റുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ഒരു കുത്തി നോക്കുന്ന ഒരു സംഭവമുണ്ട്. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, അല്ലെ. എന്ത് വണ്ടി ആയാലും, ഒരു ബൈക്കായാലും കാറായാലും ലോറി ആയാലും ബസ്സായാലും, അതിലെ എന്താ പറയാ പ്രഷർ, ടയറിൻ്റെ ഉള്ളിൽ എത്ര പ്രഷറിലെ എയർ ഉണ്ട് എന്നുള്ളത്, അതിൽ സൈക്കിൾ ആയാലും അല്ലെങ്കിൽ ഫുട്ബോൾ ആയാലും അതിന്റെ എത്ര എയർ ഉണ്ടെന്ന് നോക്കുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ഏതാണ്ട് അതുമായിട്ട് സിമിലർ ആയ ഒരു ഇൻസ്ട്രുമെന്റ് ആണിത്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ നമ്മൾ അത് ഇൻസേർട്ട് ചെയ്യും. എവിടെയാണോ പ്രഷർ മെഷർ ചെയ്യേണ്ടത് അത് കണക്ട് ചെയ്യും ഇവിടെ. അപ്പൊ ആ പ്രഷർ സെൻസ് ചെയ്യുന്ന ഇതിലേക്ക് ഒരു ബേർഡൻ ട്യൂബ് എന്ന് പറയും. ബേർഡൻ ട്യൂബിലേക്ക് ആ പ്രഷർ വരും, ആ എയർ വരും. ആ എയർ വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഒരു സ്പ്രിംഗ് മെക്കാനിസം ഉണ്ട്. ഓക്കെ, അവിടെ വന്ന് പുഷ് ചെയ്യും. പുഷ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു നീഡിൽ പോലത്തെ ഒരു ലിങ്ക് ഉണ്ട്. ഒരു ലിങ്ക് ഇവിടെ കാണാം. ഈ ലിങ്കിനെ അത് മൂവ് ചെയ്യിപ്പിക്കും. അപ്പൊ ആ ലിങ്ക് മൂവ് ആവും. ലിങ്ക് മൂവ് ആവുമ്പം ഇവിടെ ഒരു ഗിയർ മെക്കാനിസം ഉണ്ട്. ഗിയർ മെക്കാനിസം മൂവ് ആവും. ഗിയർ മെക്കാനിസത്തിന്റെ മേലെയാണ് എന്താ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, ഈ നീഡിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഗിയർ മെക്കാനിസം മൂവ് ആവുമ്പോൾ നീഡിൽ മൂവ് ആവും. അപ്പൊ ഇതിനകത്ത് ഇവിടെ ഈ റൈറ്റ് സൈഡിലെ ഡയഗ്രാം നോക്കുക. ഇതിനകത്ത് ഓരോ നീഡിലിന്റെ കറസ്പോണ്ടിങ് റീഡിങ്സ് കൊടുത്തിട്ടുണ്ട്. ഈ നീഡിൽ ആ പ്രഷറിനനുസരിച്ച് മൂവ് ആവുകയാണെങ്കിൽ ആ നീഡിൽ ഏത് പ്രഷറിന്റെ വാല്യൂവിന് നേരെയാണോ നിൽക്കുന്നത് അതാണ് അവിടുത്തെ പ്രഷർ വാല്യൂ. സാർ ഇത് അനലോഗ് അല്ലേ? മെക്കാനിക്കൽ അനലോഗ്. അനലോഗ് തന്നെയാണ് പറയുന്നത്. ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞു ഇലക്ട്രോണിക്സ് പാർട്ട് ഇല്ല എന്ന് പറഞ്ഞു. ഏത് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും ഈ കംപ്ലീറ്റ് എലമെന്റും, ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാ എലമെന്റും അതിൻ്റെ അകത്ത് ഉണ്ടാവും. മനസ്സിലായോ? ഓക്കെ, ഞാൻ ഒന്നും കൂടി ഇതിന്റെ വർക്കിംഗ് പറഞ്ഞുതരാം. നമ്മൾ ഏത് എയറിന്റെ പ്രഷറാണോ മെഷർ ചെയ്യേണ്ടത് അത് ഇവിടെ കണക്ട് ചെയ്യും. അത് ബേർഡൻ ട്യൂബ് വഴി ഇങ്ങനെ വരും. ഇതിന്റെ അറ്റത്തൊരു സ്പ്രിംഗ് മെക്കാനിസം വെച്ചിട്ടുണ്ടാവും. അതിൽ ആ ഫോഴ്സ് എക്സേർട്ട് ആവും. ആ ഫോഴ്സ് ഈ ലിങ്കിനെ മൂവ് ചെയ്യിപ്പിക്കും. ഈ ലിങ്ക് മൂവ് ചെയ്യുമ്പോൾ ലിങ്കിന്റെ അറ്റത്ത് ഒരു ഗിയർ മെക്കാനിസം വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഗിയർ മെക്കാനിസം മൂവ് ചെയ്യും.
ഗിയർ മെക്കാനിസത്തിന്റെ മേലെ ഒരു നീഡിൽ വെച്ചിട്ടുണ്ട്. നീഡിലിന്റെ അറ്റത്ത് ഒരു പോയിന്റർ ഉണ്ട്. അപ്പം ഗിയർ മെക്കാനിസം മൂവ് ചെയ്യുമ്പോൾ പോയിന്റർ മാറും. അപ്പം എന്ത് ചെയ്യും, ഈ നീഡിലിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ താഴെ കുറെ റീഡിങ് കാണാം നിങ്ങൾക്ക്. അപ്പം ഈ നീഡിൽ മൂവ് ചെയ്ത് ഏത് റീഡിങ്ങിന് നേരെയാണ് നിൽക്കുന്നത് അത്രയും എയർ പ്രഷറാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇനി നിങ്ങൾ പറ, ഇതിൻ്റെ അകത്ത് എന്തായിരിക്കും പ്രൈമറി സെൻസിങ് എലമെന്റ്? ഗിയർ. പ്രൈമറി സെൻസിങ് എലമെന്റ് എല്ലാവർക്കും പറയാട്ടോ. സർ ഗിയർ ആണോ? അല്ല. ഫിസിക്കൽ ക്വാണ്ടിറ്റി ആദ്യമായിട്ട് കോണ്ടാക്ട് ഉള്ളതാണ് പ്രൈമറി സെൻസിങ് എലമെന്റ്. പ്രഷർ കണക്ഷനാ? പ്രഷർ കണക്ഷൻ ആണെന്ന് തോന്നുന്നു. കണക്ഷൻ അല്ല, പ്രഷർ കണക്ട് ചെയ്യുന്ന പോയിന്റിനാണ് പ്രഷർ കണക്ഷൻ എന്ന് പറയുന്നത്. ലിങ്ക്. സ്പ്രിംഗ് ഉള്ള കംപ്ലീറ്റ് ഈ മെത്തേഡ് ഇതിനെന്താ പറയാ? ബേർഡൻ ട്യൂബ് അല്ലെ? ബേർഡൻ ട്യൂബിന്റെ ഉള്ളിലാണ് സ്പ്രിംഗ് ഉള്ളത്. മനസ്സിലായ? ഈ ബേർഡൻ ട്യൂബിന്റെ ഉള്ളിലാണ് എന്തുള്ളത്? സ്പ്രിംഗ് ഉള്ളത്. ഈ ബേർഡൻ ട്യൂബ് ആണ് എന്ത്? പ്രൈമറി സെൻസിങ് എലമെന്റ്. ഓക്കെ. അപ്പൊ ആ ബേർഡൻ ട്യൂബിൽ എയർ കൊടുക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യും? ഈ ഒരു സ്പ്രിങ്ങിനെ മൂവ് ചെയ്യിക്കും അല്ലെ? ആ സ്പ്രിങ്ങിന് ലീനിയർ ആയിട്ട് മൂവ് ചെയ്യിക്കും. അപ്പൊ അത് ലിങ്കുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും വേരിയബിൾ കൺവേർഷൻ എലമെന്റ്? ഇവിടെ വേരിയബിൾ കൺവേർഷൻ എലമെന്റ് എന്തായിരിക്കും? ഗിയറാ? ഗിയറിന് മുന്നേ എന്തെങ്കിലും ഉണ്ടോ? ലിങ്കും സെക്ടർ ആൻഡ് പിനിയൻ ഉണ്ട്. യെസ്, ലിങ്ക് ആണ് എന്ത്? വേരിയബിൾ കൺവേർഷൻ എലമെന്റ്. അതായത് ഈ ബേർഡൻ ട്യൂബ് എന്നുള്ള മൂവ്മെന്റിനെ എന്ത് ചെയ്യുന്നത്? ലിങ്ക് ആണ് ഒരു മൂവ്മെന്റ് വേറൊരു മൂവ്മെന്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. ഇനി വേരിയബിൾ മാനിപ്പുലേഷൻ, ഇങ്ങനെയുള്ള ഒരു ലീനിയർ മൂവ്മെന്റിനെ റൊട്ടേഷൻ മൂവ്മെന്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്? ഗിയർ ആണ് അല്ലെ? അപ്പം അതിനെയാണ് എന്ത് പറയാ? മാനിപ്പുലേഷൻ എലമെന്റ് എന്ന് പറയാം അല്ലെ? ലാസ്റ്റ് പ്രസന്റേഷൻ എലമെന്റ് ഏതാ? പോയിന്റർ. യെസ്, ഈ പോയിന്ററിലെ മൂവ്മെന്റ് ആണ്. പോയിന്ററും ഈ ഡിസ്പ്ലേ അടക്കം അടങ്ങിയ യൂണിറ്റിനാണ് എന്ത് പറയുന്നത്? നമ്മൾ പ്രസന്റേഷൻ എലമെന്റ് എന്ന് പറയും. ഇങ്ങനെ ഏത് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എടുത്താലും അതിന് ഓരോ ഇതുണ്ടാവും, ബ്ലോക്ക് ഉണ്ടാവും. ഓക്കെ, ബ്ലോക്ക് എന്ന് പറയുന്നത് ഓരോ സർക്യൂട്ട് ചേർന്ന് ഓരോ സിസ്റ്റം, ഓരോ സബ് സിസ്റ്റം ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളെ മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ സ്കൂട്ടറിന്റെ സ്പീഡോമീറ്റർ അല്ലെ? അതിനകത്ത് എന്താ ഉണ്ടാവുക? ഒരു ജനറേറ്റർ ഉണ്ടാവും, ഓൾട്ടർനേറ്റർ പോലത്തെ ഒരു, അല്ലെങ്കിൽ ഒരു DC മോട്ടോർ പോലത്തെ ഒരു മോട്ടോർ. അപ്പൊ അത് നിങ്ങളുടെ ടയറിന്റെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പോർഷനിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ടയർ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ മോട്ടറിന്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. അതിൻ്റെ അകത്തൊരു വൈൻഡിങ് ഒക്കെ ഉണ്ടാവും. ഫാരഡേസ് ലോ പ്രകാരം എന്ത് ചെയ്യും? EMF ജനറേറ്റ് ചെയ്യും. ആ ജനറേറ്റ് ചെയ്യുന്ന EMF നമുക്ക് എന്ത് ചെയ്യും? ടയറിന്റെ അവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് എങ്ങോട്ട് കൊണ്ടുവരും? മീറ്ററിന്റെ അടുത്തേക്ക് കൊണ്ടുവരും അല്ലെ? അവിടെ എന്തൊക്കെ ചെയ്യും? അതിനെ ആവശ്യമുള്ള രീതിയിലേക്ക് ആംപ്ലിഫൈ ചെയ്യലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തും. ഇനിയിപ്പം ഡിജിറ്റൽ മീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും? ഡിജിറ്റൽ മീറ്റർ ആണെങ്കിൽ അതിന് ഈ ആംപ്ലിഫൈ ചെയ്ത, പണ്ടത്തെ ബൈക്കിലൊക്കെ അനലോഗ് മീറ്റർ ആണ്, ഇപ്പോഴത്തേലൊക്കെ ഡിജിറ്റൽ മീറ്റർ വരുന്നുണ്ട്. അപ്പം അനലോഗ് മീറ്റർ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഡിജിറ്റൽ മീറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ അനലോഗ് ഇൻപുട്ടിന് നമ്മൾ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത്. അപ്പൊ അവിടെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ഒക്കെ വേണ്ടി വരും. അങ്ങനെ ഓരോ സിസ്റ്റവും നമ്മളിപ്പം കൂടുതലായിട്ട് നമ്മളിപ്പോൾ ജനറൽ ആയിട്ട് ഒരു ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം എങ്ങനെയാണ് ഉണ്ടെന്ന് പഠിച്ചത്. ഇതേപോലെ മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ടാവും, ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ടാവും. അതിനൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു ബ്ലോക്ക് ഡയഗ്രം ആണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ, മനസ്സിലായോ? ഇനി വോൾട്ടേജ് ഡിവൈഡർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടി നമുക്ക് ഈ മോഡ്യൂളിൽ പഠിക്കാനുള്ളൂ. നമുക്കൊന്ന് നോക്കാം കേട്ടോ. മോഡ്യൂൾ 5, റെക്ടിഫയർ ആൻഡ് പവർ സപ്ലൈ. ബ്ലോക്ക് ഡയഗ്രം ഡിസ്ക്രിപ്ഷൻ ഓഫ് DC പവർ സപ്ലൈ നമ്മൾ പഠിച്ചില്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കലാണ്, എന്താണ്
ബ്ലോക്ക് ഡയഗ്രാം ഡിസ്ക്രിപ്ഷൻ ഓഫ് DC പവർ സപ്ലൈ നമ്മൾ പഠിച്ചോ? ആരെങ്കിലും ഒരാള്? പഠിച്ചോടോ ബ്ലോക്ക് ഡയഗ്രാം ഡിസ്ക്രിപ്ഷൻ ഓഫ് DC പവർ സപ്ലൈ? യെസ്. അതിൻ്റെ അകത്ത് എന്തൊക്കെ ബ്ലോക്ക് ആയിരുന്നു നമുക്ക് വന്നിരുന്നത്? എന്തൊക്കെ ബ്ലോക്കാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്? ആരെങ്കിലും ഒരാൾ പറഞ്ഞട്ടെ, DC പവർ സപ്ലൈയില് എന്തൊക്കെ ബ്ലോക്കാണ് ഉണ്ടായിരുന്നത്? ട്രാൻസ്ഫോമർ, റെക്ടിഫയർ, ഫിൽട്ടർ, റെഗുലേറ്റർ. ഓക്കെ. അതിനുശേഷം നമ്മൾ പഠിച്ചത് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് അല്ലെ? എന്താണ് ഫുൾ വേവ് എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹാഫ് വേവില് പകുതി ഹാഫ് സൈക്കിൾ മാത്രമേ വരും, ഫുൾ വേവ് ആകുമ്പോൾ വരും. പിന്നെ എത്ര ഡയോഡ് ഉണ്ടായിരുന്നു ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൽ? എത്ര ഡയോഡ് ഉണ്ടായിരുന്നു? 4 ഡയോഡ് ഉണ്ടായിരുന്നു അല്ലെ? പിന്നെ നമ്മൾ പഠിച്ചു കപ്പാസിറ്റർ ഫിൽട്ടർ പഠിച്ചു. എന്തിനായിരുന്നു കപ്പാസിറ്റർ ഫിൽട്ടർ യൂസ് ചെയ്തത്? എന്തായിരുന്നു കപ്പാസിറ്റർ ഫിൽട്ടറിന്റെ ആവശ്യം? കപ്പാസിറ്റർ ഫിൽട്ടറിന്റെ ആവശ്യം എന്താ? ഫിൽട്ടറിന്റെ ആവശ്യം എന്തായിരുന്നു? പൾസേറ്റിംഗ് ഡിസിനെ പൾസേറ്റിംഗ് ഡിസിനെ പ്യുവർ DC ആക്കി മാറ്റുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കി. അതിൽ കപ്പാസിറ്റർ ഫിൽട്ടർ എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കി. ഇനി സെനർ വോൾട്ടേജ് റെഗുലേറ്റർ നമ്മൾ പഠിച്ചു അല്ലെ? എന്താണ് സെനർ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്? സെനർ ഡയോഡ് വെച്ചിട്ടുള്ള റെഗുലേറ്റർ ആണ് സെനർ വോൾട്ടേജ് റെഗുലേറ്റർ. റിവേഴ്സ് ബയാസിലാണ് കണക്ട് ചെയ്യുന്നത് പഠിച്ചു. പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം നമ്മൾ എന്താണെന്ന് നോക്കി അല്ലെ? അതാണ് അടുത്ത പോയിന്റ്, പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം. അതിനകത്ത് നമ്മൾ എന്തൊക്കെയുണ്ടെന്ന് കണ്ടു. മൈക്ക് ഉണ്ടാവും, പ്രീ ആംപ്ലിഫയർ ഉണ്ടാവും, പവർ ആംപ്ലിഫയർ ഉണ്ടാവും, സ്പീക്കർ ഉണ്ടാവും. പിന്നെ കുറച്ചും കൂടെ വലിയ എൻഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മിക്സർ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ RC കോമൺ എമിറ്റർ RC കപ്പിൾഡ് ആംപ്ലിഫയറിനെ പറ്റി പഠിച്ചു. രണ്ടും ചോദിക്കും. കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്ന് ചോദിച്ചാലും RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് ചോദിച്ചാലും ഒരേ ഡയഗ്രാം തന്നെയാണ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസും കണ്ടു. എന്തുകൊണ്ടാണ് ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറവ്, എന്തുകൊണ്ടാണ് ഹൈ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറവ്, എന്തുകൊണ്ടാണ് മിഡ് ഫ്രീക്വൻസിയിൽ കോൺസ്റ്റന്റ് ഗെയിൻ, പിന്നെ ഇതിന്റെ സർക്യൂട്ട് എന്താണ്, കോമ്പണന്റ് എന്താണെന്നുള്ളത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. കോൺസെപ്റ്റ് ഓഫ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് നമ്മൾ പഠിച്ചിട്ടില്ല, അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കും. ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷനിൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ആൻ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തിൽ പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത്? പ്രൈമറി സെൻസിങ് എലമെന്റ്, വേരിയബിൾ കൺവേർഷൻ എലമെന്റ്, വേരിയബിൾ മാനിപ്പുലേഷൻ എലമെന്റ്, അതുപോലെ തന്നെ സിഗ്നൽ കണ്ടീഷനിങ് എലമെന്റ്, ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ്, പ്രസന്റേഷൻ എലമെന്റ് അല്ലെ, സ്റ്റോറേജ് ആൻഡ് പ്ലേബാക്ക് എലമെന്റ്. അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇതാണ് 5ാമത്തെ മോഡ്യൂള്. ഇത് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. കാരണം ഏറ്റവും നല്ല ഗ്യാരണ്ടി ഉള്ളൊരു മോഡ്യൂളാണ്. ഗ്യാരണ്ടി ഉള്ള മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് പവർ സപ്ലൈ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ വിത്ത് ഓർ വിത്തൗട്ട് കപ്പാസിറ്റർ ഫിൽട്ടർ, സെനർ വോൾട്ടേജ് റെഗുലേറ്ററിന്റെ സർക്യൂട്ട് ചോദിക്കും, പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം ചോദിക്കും, കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രാം ഫ്രീക്വൻസി റെസ്പോൺസ് ചോദിക്കും, എന്താണ് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം എന്നുള്ളതും ചോദിക്കും. അപ്പൊ ഡയറക്റ്റ് ഒരു 6-7 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ മോഡ്യൂളിലെ എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും.